കർത്തൃ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് 202 ദിനം. യോശുവയുടെ പുസ്തകം 15 അധ്യായം, യെശയ്യാ പ്രവചനം 18 അധ്യായവും അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2 അധ്യായവും വായിക്കാം. യോശുവ 15 അധ്യായം. യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേ ദേശത്തിന്റെ തെക്കേ അറ്റത്ത് ഏദോമിന്റെ അതിരായ സീൻ മരുഭൂമി വരെ തന്നെ. അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിന്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഇടൽക്കടൽ മുതൽ തന്നെ ആയിരുന്നു. അത് അക്രബയും കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദേശ് ബർണയുടെ തെക്കുകൂടി കയറി ഹെസ്രോൻ കടന്ന് ആദാരിലേക്ക് കയറി കാർക്കയിലേക്ക് തിരിഞ്ഞ് അസ്മോനിലേക്ക് കടന്ന് മിസ്രയീം തോടുവരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. അത് നിങ്ങളുടെ തെക്കേ അതിർ ആയിരിക്കണം. കിഴക്കേ അതിർ യോർദാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാന്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത് ഹൊഗ്ലയിലേക്ക് കയറി ബേത് രാബയുടെ വടക്കുകൂടി കടന്ന് രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ ആഖോർ താഴ്വര മുതൽ ദെബീരിലേക്ക് കയറി വടക്കോട്ട് തോട്ടിന്റെ തെക്കുവശത്തുള്ള അദൂമീം കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന് ചെന്ന് ഏൻ ഷെമേഷ് വെള്ളത്തിങ്കിലേക്ക് കടന്ന് ഏൻ രോഗേലിങ്കിൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിന്നോം താഴ്വരയിൽ കൂടി കയറി തെക്കോട്ട് കടന്ന് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും രഫായിം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടുമുള്ള മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്ന് നെഫ്തോഹിയിലെ നീരുറവയിലേക്ക് തിരിഞ്ഞ് എഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്ന് കിര്യത്ത് യെയാരീം എന്ന ബാലയിലേക്ക് തിരിയുന്നു. പിന്നെ ആ അതിർ ബാല മുതൽ പടിഞ്ഞാറോട്ട് സെയീർ മല വരെ തിരിഞ്ഞ് കെസാലോൻ എന്ന യെയാരീം മലയുടെ പാർശ്വം വരെ വടക്കോട്ട് കടന്ന് ബേത് ഷെമേഷിലേക്ക് ഇറങ്ങി തിന്മയിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് യക്രോന്റെ പാർശ്വം വരെ ചെന്ന് ഷിക്രോനിലേക്ക് തിരിഞ്ഞ് ബാലാമയിലേക്ക് കടന്ന് യബ്നേലിൽ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ. ഇത് യഹൂദ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിർ. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നെയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, തൽമായി എന്നീ 3 അനാക്യരെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് അവൻ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീരിന്റെ പേർ മുമ്പേ കിര്യത്ത് സേഫർ എന്നായിരുന്നു. കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. എനിക്ക് ഒരു അനുഗ്രഹം വേണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവകളെയും കൂടെ എനിക്ക് തരണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. യഹൂദ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. ഏദോമിന്റെ അതിർത്തിക്കരികെ തെക്കേ അറ്റത്ത് യഹൂദ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ കെബ്ലേൽ, ഏദർ, യാഹൂർ, കീന, ദിമോന, അദാദ, കേദശ്, ഹാസോർ, ഇത്നാൻ, സീഫ്, തേലം, ബയാലോത്ത്, ഹാസോർ, ഹദഥ, കെയ്രോത്ത് ഹാസോർ എന്ന കെയ്രോത്ത് ഹെസ്രോൻ, അമാം, ഷെമ, മോലാദ, ഹസർഗദ, ഹെഷ്മോൻ, ബേത് പേലത്ത്, ഹസർ ഷുവാൽ, ബേർഷേബ, ബിസോത്യ, ബാല, ഇയീം, ഏസേം, എൽ തോലദ്, കെസീൽ, ഹോർമ, സിക്ലാഗ്, മദന്ന, സൻസന്ന, ലെബായോത്ത, ഷിൽഹീം, ആയിൻ, റിമോൻ, ഇങ്ങനെ ആകെ 29 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും തന്നെ. താഴ്വീതിയിൽ എസ്കായോൾ, സോര, അസ്ന, സനോഹ
ഏൻ ഗന്നീം, തപ്പുഹ, ഏനാം, യർമൂത്ത്, അതുല്ലാം, സോഖ, എസേഖ, ഷാരയും, അബീദയും, ഗബേര, ഗെബരോദയും, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, സെനാൻ, ഹദാശ, മിഗ്ദൽഗാദ്, ദിലാൻ, മിസ്പെ, യോക്തെയേൽ, ലാഖീഷ്, ബോസ്കത്ത്, എഗ്ലോൻ, കബ്ബോൻ, ലഫ്മാസ്, കിത്തീഷ്, ഗെദരോത്ത്, ബേത് ഗാദോൻ, നാമ, മക്കേദ, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, ലിബ്ന, ഏദർ, ആശാൻ, ഇബ്താഹ്, അശ്ന, നസീബ്, കെയില, അക്ലീബ്, മാരേഷ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, എക്രോനും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും, എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവ ഒക്കെയും അവയുടെ ഗ്രാമങ്ങളും, എസ്തോദും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും, ഗസയും മിസ്രയും തോടുവരെയുള്ള അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും, മഹാസമുദ്രം അതിന് നെടുകെ അതിരായിരുന്നു. മലനാട്ടിൽ ഷാമീർ, യഥീർ, സോഖോ, ദന്ന, ദബീർ എന്ന കിരിയത്ത് സന്ന, അനാബ്, എസ്തമോ, ആനീം, ഗോഷൻ, ഹോലോൻ, ഗീലോ, ഇങ്ങനെ 11 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, അരാബ്, ദൂമ, എഷാൻ, യാനീം, ബേത് തപ്പുഹ, അഫേക്ക, ഹുംത, ഹെബ്രോൻ എന്ന കിരിയത്ത് അർബ, സിയോർ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, മാവോൻ, കർമേൽ, സീഫ്, യൂത, ഇസ്രയേൽ, യോഗ്ദയാം, സാനോഹ, കയീൻ, ഗിബയ, തിംന, ഇങ്ങനെ 10 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, ഹുൽഹൂൽ, ബേത്സൂർ, ഗേദോർ, മാരാത്ത്, ബേത് അനോത്ത്, എൽ തെക്കോൻ, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, കിരിയത്ത് യെയാരീം എന്ന കിരിയത്ത് ബാൽ, രബ്ബ, ഇങ്ങനെ 2 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, മരുഭൂമിയിൽ ബേത് അരാബ, മിദ്ദീൻ, സെഖാഖ, നിഷ്ബാൻ, ഈർ ഹമലഹ്, ഏൻ ഗദി, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്നുവരെ യഹൂദ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തുവരുന്നു. യെശയ്യാവ് 18-ാം അധ്യായം. അയ്യോ, കൂശിലെ നദികൾക്കരികെ ചിറക് കിരികിരിക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണ കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതും ആയ ദേശമേ, ശീഘ്ര ദൂതന്മാരെ, നിങ്ങൾ ദീർഘകായന്മാരും മൃദുചർമ്മികളായ ജാതികളുടെ അടുക്കൽ ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതിയുടെ അടുക്കൽ അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതികളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. ഭൂതലത്തിലെ സർവ്വനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരും ആയുള്ളോരെ, പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവിൻ, കാഹളം ഊതുമ്പോൾ കേൾപ്പിൻ. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, വെയിൽ തെളിഞ്ഞു മൂക്കുമ്പോൾ, കൊയ്ത്ത് കാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞു പൊഴിക്കുമ്പോൾ, ഞാൻ എൻ്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും. കൊയ്ത്തിന് മുമ്പേ മൊട്ടിട്ട് കഴിഞ്ഞ് പൂ പൊഴിഞ്ഞു മുന്തിരിങ്ങ മൂക്കുമ്പോൾ, അവൻ അരിവാൾ കൊണ്ട് വള്ളി മുറിച്ച് ചില്ലി ചെത്തിക്കളയും. അതൊക്കെയും മലയിലെ കഴുകിനും ഭൂമിയിലെ മൃഗത്തിനും ഇട്ടുകളയും. കഴുക് അതുകൊണ്ട് വേനൽ കഴിക്കും, ഭൂമിയിലെ സകല മൃഗവും അതുകൊണ്ട് വർഷം കഴിക്കും. ആ കാലത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതി, ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതി, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ, സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച കൊണ്ടുവരും. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്നും, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യവുമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണമെന്നും പ്രബോധിപ്പിക്ക. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക. വിരോധി
നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്ക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്ക. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർപ്പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്ക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്.